അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിഅമത്തിന് നന്ദി കേട് കാട്ടുകയും സ്വന്തം ആളുകളെ നാശത്തിൻ്റെ വീട്ടിൽ അഥവാ നരകത്തിൻ്റെ തീയിൽ ഇറക്കി വിടുകയും ചെയ്തവരെ നീ കണ്ടില്ലേ? അവരതിൽ കിടക്കും. എത്ര മോശമായ സങ്കേതമാണ് അത്. അവരതിൽ കത്തിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ചവരുടെ ദുരവസ്ഥ നീ കണ്ടില്ലേ? റസൂലിൻ്റെയും സത്യവിശ്വാസത്തിലേക്കുള്ള പ്രബോധനത്തിൻ്റെയും പാപമോചനത്തിലേക്കുള്ള വഴികാട്ടലിൻ്റെയും സ്വർഗത്തിലെത്തിച്ചേരുന്ന യാത്രയുടെ അവസാനത്തിൻ്റെ ഈ രൂപത്തിൽ ആ അനുഗ്രഹം അവർക്ക് വന്നു കിട്ടിയിരുന്നു. പക്ഷെ അവരതൊക്കെ അവഗണിച്ച് നന്ദി കേട് കാണിച്ച് നേതാക്കളും പ്രമാണിമാരുമായിരുന്നു അവർ. എന്നിട്ട് സ്വന്തം ആളുകളെ അവർ നരകത്തിലേക്ക് തെളിയിച്ചു. തങ്ങളുടെ മുൻഗാമികൾക്ക് വന്നിറങ്ങിയ ഭവിഷ്യത്ത് കണ്ട് മനസ്സിലാക്കിയ ശേഷവും നിന്റെ നാട്ടുകാരുടെ നിലപാട് അത്ഭുതകരം തന്നെ. മക്ക മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ പ്രസ്താവിക്കുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ദുരുപയോഗപ്പെടുത്തി അവിശ്വാസവും നന്ദികേടും നിലനിർത്തുവാൻ മെനക്കെടുന്ന എല്ലാ ധിക്കാരികൾക്കും ബാധകമായ ഒരു താക്കീതാണ്. അതിൻ്റെ അന്ത്യം പോയി അവസാനിക്കുന്നത് ജഹന്നം എന്ന നരകത്തിൽ അവരതിൽ കടന്നെരിയുന്നതാണ്. ആ താവളം എത്രയോ ചീത്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.